എല്ലാവർക്കും കേസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ബേസ് വെച്ചിട്ട് ഒരുപാട് ഐസ്ക്രീമുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഫ്രിഡ്ജുള്ളവർക്ക് ഈസി ആയിട്ട് തന്നെ കുറച്ച് മാത്രം സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് ഐസ്ക്രീം ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നതെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി നല്ലപോലെ ഒന്ന് ലൂസാക്കി തണുത്തു ഇരിക്കണം. ആ രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് ഇട്ട് നല്ലപോലെ സ്റ്റിഫ് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കൃത്യ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ ഈ മധുരം തന്നെ ധാരാളമാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പല രുചികൾ ചേർത്ത് കൊടുത്ത് പലതരത്തിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ മിക്സ് ചേർത്ത് കൊടുക്കാം, എസൻസ് ചേർത്ത് കൊടുക്കാം, എന്തെങ്കിലും പൾപ്പായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം 4 ഭാഗം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ആദ്യം ഞാനിവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്ട്രോബെറിയുടെ മിക്സ് ഉണ്ട്, അതിൽ കളറും ഉള്ളതുകൊണ്ട് കളർ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. അത് ഒരു 3-4 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ എസൻസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ മിക്സുകളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഇതിനൊക്കെ ഒരുപാടായിട്ടുണ്ടെങ്കിൽ കുത്തൽ വരാൻ സാധ്യതയുണ്ട്, ഒരു കുത്തൽ ചുവ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിനിപ്പോൾ കളറുള്ളത് കാരണം ഞാൻ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്നല്ല വേറെ പാത്രത്തിലേക്ക് മാറ്റി എയർ ടൈറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇതിൽ തന്നെ വെച്ച് ഒരു ക്ലിൻ ഡ്രാപ്പ് വെച്ച് ഒന്ന് മൂടുകയാണ്. ഇത് നമുക്കിനി ഒരു ഓവർനൈറ്റ് സെറ്റാകാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു പിസ്ത ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം ബേസ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിസ്തയുടെ മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കളർ കുറവായതുകൊണ്ട് ഞാൻ ഒരു ഡ്രോപ്പ് ഒരു കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫുഡ് കളറ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഒരു മിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് നമുക്ക് നട്ട്സ് അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പിസ്തയുടെ നട്ട്സ് കുറച്ചൊന്ന് ക്രഷ് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ട്രോബെറി ഒന്നും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് സ്ട്രോബെറി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അത് കിട്ടുന്നവർക്ക് അതും വേണമെങ്കിൽ പൾപ്പായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ലെവലാക്കി ക്ലിൻ ഡ്രാപ്പ് വെച്ച് ഒന്ന് മൂടി അത് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം. കൊക്കോ പൗഡറിൻ്റെ തരികളൊക്കെ എടുക്കാതെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഇതിന് നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ക്ലിൻ ഡ്രാപ്പ് ചെയ്ത് ഒന്ന് സെറ്റാകാൻ വെച്ചു. ഇനി ബാക്കി വന്ന ഐസ്ക്രീം നമുക്ക് വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഓറിയോയുടെ ബിസ്ക്കറ്റൊക്കെ പൊടിച്ച് കൊടുത്ത് ഓറിയോ ഐസ്ക്രീം ആക്കി എടുക്കുക. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് ഈ പാത്രത്തിൽ തന്നെ ഞാൻ വെക്കുകയാണ്. ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു ഓവർനൈറ്റ് ഈ 4 ഐസ്ക്രീമുകളൊന്ന് സെറ്റാകാനായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ പിറ്റേ ദിവസം ഞാൻ എടുക്കുകയാണ്. ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല കടയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. നല്ല രുചിയാണ് ഇതിന്. ഇങ്ങനെ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷോ ഇഷ്ടമുള്ളത് ഓറിയോയുടെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനൊരു വേഫറും വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ പിസ്തായുടെ ഐസ്ക്രീമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്തായുടെ നട്ട്സ് ഒന്ന് കുറച്ച് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരുപാടൊക്കെ കുത്തലൊന്നുമില്ല. ഈ എസൻസൊക്കെ ഒന്ന് ചേർക്കുമ്പോഴത്തേക്ക് ഇത് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കുത്തലില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ വാനിലയും സ്ട്രോബെറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അലങ്കരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. സെർവ് ചെയ്യുന്നത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അലങ്കരിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് ഗോൾഡ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോബെറിക്കകത്ത് ഞാൻ കുറച്ച് സിൽവറിൻ്റെ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ഐസ്ക്രീം റെഡി ആയിട്ടില്ലേ? എത്ര എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട്. ഒരൊറ്റ ബേസ് മതി, ഒരൊറ്റ രാത്രി മതി, നമുക്ക് ഒരുപാട് ഐസ്ക്രീമുകൾ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അത് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.